So next portion ആണ് pigeonhole principle. Pigeonhole principle എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയ്ക്ക് ഇനിയിപ്പം ബൈനോമിയൽ തിയറം, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻസ് അങ്ങനെ കുറച്ച്, പിന്നെ റൂൾസ് ഓഫ് പ്രോഡക്റ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസുകളുണ്ട്. സോ അതൊക്കെ നമുക്ക് ആഫ്റ്റർ ദ സീരീസ് എക്സാം നമുക്ക് എടുക്കാം. ഇതിപ്പം നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പമായിട്ട് സീരീസിന് എഴുതാൻ പറ്റുന്ന ഇതിനകത്തുനിന്നുള്ളൊരു പോർഷൻ ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ pigeonhole principle എന്താണെന്ന് നോക്കാം. സോ മെയിനായിട്ട് pigeonhole principle a pigeonhole principle and a generalized pigeonhole principle. So first of all, the pigeonhole principle. If a flock of 20 pigeons roost in a set of 19 pigeonholes, one of the pigeonholes must have more than one pigeon. So അതായത് എൻ്റെ കയ്യിൽ ഇപ്പം 19 pigeonholes ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് 19 pigeonholesനെ വരയ്ക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. ഓക്കെ, ഐ തിങ്ക് മോർ ദാൻ അതുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 20 ആണെങ്കിൽ നമുക്ക് എറേസ് ചെയ്യാം. സോ അന്നേരം എൻ്റെ 19 pigeon holes ഉണ്ട്. അതേപോലെ എൻ്റെ കയ്യിൽ 20 pigeons ഉണ്ട്. എന്താണ്, 20 pigeons ഉണ്ട്, 19 pigeon holes ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 pigeonsനെ ഞാൻ അതായത് pigeon ഹോളിലോട്ട് വിടുകയാണ്. ഒന്നാമത്തെ pigeonനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിട്ടു. 2 ഇവിടെ, 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഞാൻ ഇവിടെ 19 pigeon holes കൂടുതൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 15 16 17 18 19. ഓക്കെ, 19 pigeon ഹോൾസിൽ ഞാൻ 19 pigeonsനെ വിട്ടു. ഇനി ബാക്കി എത്ര ഉണ്ട്? ഒരു pigeon കൂടെ ഉണ്ട് അല്ലേ, 20th pigeon, ഒരു pigeon കൂടെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇനി എന്താണ്, ആ ഒരു pigeonന് എനിക്ക് ഇൻഡിവിജ്വലി എന്ത് കൊടുക്കാൻ പറ്റില്ല, ഒരു pigeon ഹോൾ കൊടുക്കാൻ പറ്റില്ല. ഈ ഏതെങ്കിലും ഒരു pigeonൻ്റെ കൂടെ അങ്ങ് അക്കോമഡേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം 19ൻ്റെ കൂടെ തന്നെ ആ pigeon അങ്ങ് വെച്ചു എന്ന് വിചാരിച്ചു. 20 എനിക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. 1ൻ്റെ കൂടെ, 2ൻ്റെ കൂടെ, 3ൻ്റെ കൂടെ, ഏത് pigeon ഹോളിൽ വേണമെങ്കിലും വെക്കാം. സോ അന്നേരം എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്, നമ്മുടെ കയ്യിലുള്ള pigeonsനേക്കാളും കുറവ് pigeon holes ഉണ്ടെങ്കിൽ ഒരു ഹോളിലെങ്കിലും ഒന്നിൽ കൂടുതൽ എന്ത് കാണും, pigeons കാണും. സോ ഇത് സിംപ്ലി ഇത്രയേ ഉള്ളൂ ഒരു pigeon hole എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, pigeon hole principle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇഫ് എ ഫ്ലോക്ക് ഓഫ് 20 pigeons roost in a set of 19 pigeon holes, one of the pigeon holes must have more than one pigeon. സോ അതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി pigeon hole principle ആയിട്ട് എഴുതുമ്പം, അതിനൊരു റൂളായിട്ട് എഴുതുമ്പം നിങ്ങൾ ഈ റൂളായിട്ട് തന്നെ എഴുതി പഠിക്കണം. If k is a positive integer and k plus 1 objects are placed into k boxes. K എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക. k is a positive integer. ഇവിടെ what is k? ബോക്സസിനെയാണ് k എന്ന് പറയുന്നത്. സോ 19 boxes means holes. 19, k is 19. If k is a positive integer and k plus 1 objects are placed into k boxes. k plus 1 objects എന്ന് പറയുമ്പോൾ ഒബ്ജക്ട്സ് എത്രയാണ്? ഒബ്ജക്റ്റ് അതായത് k plus 1 എന്ന് പറയുമ്പോൾ ഇവിടെ 20. ഓക്കെ, ഒബ്ജക്റ്റ് ഇവിടെ ആരാണ്? pigeon ആണ്. ബോക്സ് എന്ന് പറയുന്നതിന് ഹോളാണ്. അന്നേരം ദെൻ അറ്റ്ലീസ്റ്റ് 1 ബോക്സ് കണ്ടെയ്ൻസ് 2 or more objects. ഒരു ബോക്സിലെങ്കിലും എന്ത് കാണും? ഒരെണ്ണത്തിലെങ്കിലും രണ്ടിൽ കൂടുതലോ ഒബ്ജക്ട്സ് കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ pigeon hole principle നിങ്ങൾ ഇതേപോലെ സ്റ്റേറ്റ് ചെയ്ത് പഠിക്കുക. ഇവിടുത്തെ പ്രൂഫ് എന്ന് പറയുന്നത് വി യൂസ് എ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ. സോ അത് ജസ്റ്റ് എന്താണ്, ഒരു ലോജിക്കലി പറഞ്ഞേക്കാണ്, അറിയാവുന്ന കാര്യം തന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാണ്. സപ്പോസ് നൺ ഓഫ് ദി കെ ബോക്സസ് ഹാസ് മോർ ദാൻ 1 ഒബ്ജക്റ്റ്. നമ്മുടെ കൺക്ലൂഷൻ എന്തായിരുന്നു? അറ്റ്ലീസ്റ്റ് 1 ബോക്സ് കണ്ടെയ്ൻസ് 2 or more ഒബ്ജക്റ്റ്. ഒരു ബോക്സിലെങ്കിലും ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് ഉണ്ട് എന്നാണ് ഇവിടുത്തെ കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത്. ഇവിടെ അതെന്താ പറഞ്ഞേക്കുന്നത്? നേരെ തിരിച്ചു പറഞ്ഞേക്കുക, പ്രൂവ് ചെയ്യാൻ വേണ്ടി തിരിച്ചു പറഞ്ഞേക്കാണ്. ഒരു ബോക്സസിലും കെ ബോക്സസിലും ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് ഇല്ല എന്ന് പറഞ്ഞേക്കുക. അപ്പം നിങ്ങൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് ചോദിക്കേ, അന്നേരം ഒരു ബോക്സിലും ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട് വുഡ് ബി അറ്റ്മോസ്റ്റ് കെ. അതിനകത്ത് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ മാക്സിമം എത്ര വരെ വരാൻ പറ്റത്തുള്ളൂ? കെ വരെ വരാൻ പറ്റത്തുള്ളൂ. അതായത് ഞാൻ പറയുന്നു
പറയുന്നു 19 പീജൻ ഹോൾസിൽ ഒരൊറ്റ പീജനേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ പേര് അതിനകത്തില്ല എന്ന് പറയുന്നു. ഞാൻ പറയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എൻ്റെ കയ്യിൽ മാക്സിമം വരാൻ പറ്റുന്ന പീജൻസ് എത്ര? 19 പീജൻസാണ്. സോ അത്രയും മാത്രമേ എൻ്റെ കയ്യിൽ വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എത്ര ഒബ്ജക്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? K+1 20 പീജൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്ത കാര്യം തെറ്റിപ്പോയില്ലേ? സോ ഇതൊരു പ്രൂഫായിട്ട് നമ്മൾ ജസ്റ്റ് സെൻറ്റൻസിൽ എഴുതിയെന്നേ ഉള്ളൂ. ഞാൻ സപ്പോസ് ചെയ്ത കാര്യം തെറ്റല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ 20 ഉണ്ട്, എൻ്റെ കയ്യിൽ പീജൻ ഹോൾസ് ആണോ ഉള്ളതെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അതിനകത്ത് വന്നേ പറ്റൂ. വരാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊരു നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ അതിനെ ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. പ്രൂഫ് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. സോ അതാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇനിയിപ്പം ഒരു എക്സാമ്പിൾ നോക്കാം. Among any group of 367 people, there must be at least 2 with the same birthday because there are only 360 possible birthdays. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു 367 ആൾക്കാർ ഒരുമിച്ച് നിൽപ്പുണ്ട് എന്ന് വിചാരിച്ചോ. അപ്പം ഞാൻ പറയാണ്, 1 ജാനുവരി ജനിച്ച ഒരാൾ, 2 ജാനുവരി ജനിച്ച ഒരാൾ, അങ്ങനെ 366 പേരെ ഞാൻ എണ്ണി. അവർ ഓരോ അതായത് ആ ഒരു വർഷത്തിലെ ഏതെങ്കിലുമൊക്കെ ഡേറ്റിൽ 1, 2, 3, 4 ഓരോ മന്ത് അനുസരിച്ചുള്ള ഡേറ്റ് ജനിച്ചവരാണ്. ലാസ്റ്റ് വരുന്ന 367ാമത്തെ ആൾ എവിടെയായിരിക്കും? ഈ ഒരു 366 പേരിൽ ആരെങ്കിലും ഒരാളുമായിട്ട് ആ ബർത്ത്ഡേ ഷെയർ ചെയ്യുന്ന ആളായിരിക്കും. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. ഇപ്പം 366 പേരുണ്ട്. 1 ജാനുവരി ജനിച്ച ആളാണ് ഒന്നാമത്തെ ആൾ, 2 ജാനുവരിയിൽ രണ്ടാമത്തെ, 3 ജാനുവരി 3, 4 അങ്ങനെ ഫൈനലി 367 ഡിസംബർ 31 വരെ ജനിച്ച ആളുണ്ട്. നെക്സ്റ്റ് ആൾ എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരാളുമായിട്ട് ഷെയർ ചെയ്യത്തില്ലേ ബർത്ത്ഡേ? അന്നേരം ഇതാണ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ. ഇപ്പം ഞാൻ പറയാണ് 367 പീപ്പിൾ ഉണ്ടെങ്കിൽ പ്രൂവ് ദാറ്റ് ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 വിത്ത് ദ സെയിം ബർത്ത്ഡേ. അതിനകത്ത് 2 പേർക്കെങ്കിലും ഒരേ ബർത്ത്ഡേ കാണും അല്ലേ? മനസ്സിലായോ? അന്നേരം പീജൻ ഹോൾ പ്രിൻസിപ്പിൾ വെച്ച് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. 367 പേരിൽ 2 പേർക്കെങ്കിലും ഒരേ ബർത്ത്ഡേ എങ്ങനെ വരുന്നത്? കാരണം 367ാമത്തെ ആള് ഏതെങ്കിലും ഒരു ഡേറ്റുമായിട്ട് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ആളായിരിക്കും. സോ ഇതാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ജനറലൈസ്ഡ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ. പീജൻ ഹോൾ പ്രിൻസിപ്പിൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ടോട്ടൽ നമ്മുടെ കയ്യിൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ട്? K+1 ഒബ്ജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ K ബോക്സസും ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോക്സിലെങ്കിലും ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് കാണുമെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ജസ്റ്റ് എന്തേ ഉള്ളായിരുന്നു? K and K+1, K ബോക്സസും K+1 ഒബ്ജക്ട്സും മാത്രം. സോ അതായത് നമ്മളുടെ കയ്യിലുള്ള ബോക്സിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ 1-2 വാല്യൂയും കൂടെ കൂടുതലുള്ള പീജൻസ് അല്ലെങ്കിൽ ഹോൾസിനേക്കാളും 1-2 പീജൻസ് കൂടെ കൂടുതലാണ്. അങ്ങനെയുള്ള കേസിൽ ആ സിമ്പിൾ ആയിട്ടുള്ള പീജൻ ഹോൾ പ്രിൻസിപ്പിളിൻ്റെ ആ റൂള് നമ്മൾ എഴുതിയാൽ മതി. ഇനി അതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം ടോട്ടൽ ഇവിടെ നോക്കാം. ഇഫ് M പീജൻസ് ഓക്യുപ്പൈസ് N ഹോൾസ്, ഇവിടെ എമ്മും എന്നും എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ടോട്ടൽ എത്ര പീജൻസ് ഉണ്ട്? M പീജൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര ഹോൾസ് ഉണ്ട്? N ഹോൾസ് ഉണ്ട്. M പീജൻസ് ആൻഡ് N ഹോൾസ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? വേർ M ഈസ് ഗ്രേറ്റർ ദാൻ N. അതായത് ജനറലൈസ്ഡ് പീജൻ ഹോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ M പീജൻസ് ഉണ്ട്, N ഹോൾസ് ഉണ്ട്. M ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ N. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് പീജൻസ് പീജൻ ഹോളിനേക്കാളും ഒത്തിരിയും കൂടുതലാണെങ്കിൽ, ഒത്തിരി 1-2 വാല്യൂ അല്ല, 1-2 പീജൻസ് അല്ല കൂടുതൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ 10 പീജൻ ഹോളും 100 പീജൻസും ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ ഒരു കേസ് അങ്ങനെ വരുമ്പോഴാണ് ജനറലൈസ്ഡ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. 10 പീജൻ ഹോൾസും 100 പീജൻസും, അല്ലെങ്കിൽ 20 പീജൻ ഹോൾസും അതുപോലെ തന്നെ 300 പീജൻസും. സോ ഇവിടെ നിന്ന് പറയുമ്പോൾ എന്താണ്? ഒത്തിരി കൂടുതലാണ്. സാധാരണ പീജൻ ഹോൾ പ്രിൻസിപ്പിൾ എപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു 10 പീജൻ ഹോളും ഒരു 13 പീജൻസും ഉണ്ട്. ഓക്കെ, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പം സാധാരണത്തെ ആ റൂൾ അങ്ങ് ഉപയോഗിച്ചാൽ മതി. അങ്ങനല്ല, ഒത്തിരിയും ഡേറ്റാസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കണം? ജനറലൈസ്ഡ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ. സോ അപ്പം നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഇഫ് M പീജൻസ് ഓക്യുപ്പൈസ് N ഹോൾസ് where M greater than N, that at least one hole has more than M-1 floor N +1 പീജൻസ്. ഓക്കെ, അപ്പം എന്താണ്? ഒരു ടോട്ടൽ M പീജൻസ് ഉണ്ട്, N ഹോൾസ് ഉണ്ടെങ്കിൽ ഒരു പീജൻ ഹോളിലെങ്കിലും ഏത് വാല്യൂ ഉണ്ടാകും? M-1/N +1 പീജൻസ്.
സോ ഇത് ഫ്ലോറിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.68 എന്നൊരു വാല്യൂ ആണെങ്കിൽ എന്താണ് നമ്മൾ ഫ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂയിലേക്ക് എഴുതുക. തൊട്ടടുത്ത മിനിമം വാല്യൂ ഏതാണ്? ഇതിൻ്റെ 2 ആണ്. ഇനി ഫ്ലോറിന് പകരം വേറൊരാളൂടെ ഉണ്ട്, സീലുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത മാക്സിമം വാല്യൂ 2.68 തൊട്ടടുത്ത മാക്സിമം വാല്യൂ ഏതാണ്? 3 എന്നാണ് അർത്ഥം. 3 ആണ്. സോ ഫ്ലോറീസ് മീൻസ് മിനിമം വാല്യൂ എഴുതുക, സീൽ മീൻസ് മാക്സിമം വാല്യൂ എഴുതുക. സോ അന്നേരം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. m-1/n+1 പീജൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള കേസിൽ ഒരു ഹോളിലെങ്കിലും ഉണ്ടാവേണ്ടത്. എപ്പോഴാണ് ജനറലൈസ്ഡ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ നമ്പർ ഓഫ് പീജൻസ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ്. ഈ കേസിലാണ് ജനറലൈസ്ഡ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് among 100 people at least 9 of them were born in the same month എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ടോട്ടൽ എത്ര പേരുണ്ട്? 100 പേരുണ്ട്. പറഞ്ഞിരിക്കുന്നത് ഈ 100 പേരിൽ അറ്റ്ലീസ്റ്റ് 9 പേരെങ്കിലും ഒരേ മാസം ജനിച്ചവർ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പം പീജൻ ഹോൾസും അതേപോലെ പീജൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ അന്നേരം പീജൻസ് എന്ന് പറയുന്ന ആരായിരിക്കും? ഈ പീപ്പിൾസ്. കാരണം ഈ 100 പേരെ എനിക്ക് എങ്ങോട്ടേ വെച്ച് നോക്കേണ്ടത്? ഈ മന്തിലേക്കാണ് വെച്ച് നോക്കേണ്ടത്. ഈ 100 പേരിൽ എത്ര പേര് ഒരേ മാസം ജനിച്ചവരുണ്ടാകും? എത്ര പേര് ഒരേ മാസം ജനിച്ചവർ? 9 പേരെങ്കിലും ഉണ്ടോ? ഇതാണ് എനിക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് പീജൻസ് എന്ന് പറയുന്ന ആരാണ്? അല്ലെങ്കിൽ ഇവിടെ അല്ലേ നമ്പർ ഓഫ് പീജൻസ്. എന്ന് പറയുന്ന ആരാണ്? ആ 100 പേരാണ്. ഞാൻ ഇവരെ എങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യേണ്ടത്? ഈ ഓരോ മന്തിലേക്കാണ്. കണ്ടോ? ഓരോ മന്തിലേക്ക് വെച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഹോൾസ് എന്ന് പറയുന്നത് എന്താണ്? മന്താണ്. സോ ടോട്ടൽ എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ഉണ്ട്. ഈ 12 മന്ത്സിൽ ഈ 100 പേരിൽ 9 പേര്, മിനിമം 9 പേരെങ്കിലും ഈ 12 മാസത്തിൽ ഒരേ മാസം ജനിച്ചവരായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് കാണാം 100 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 12. സോ അന്നേരം നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? 100 എന്ന് പറയുന്നത് 12-നേക്കാളും ഒത്തിരിയും ഗ്രേറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 12 എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ചെറിയ വാല്യൂ ആണ്. പക്ഷെ 100 ഒത്തിരി വലിയ വാല്യൂ ആണ്. ഇപ്പം 100-ന് പകരം അവിടെ ഒരു 13 അല്ല 14 അല്ലെങ്കിൽ 15 ആണെങ്കിൽ നമുക്കൊരു ജനറലൈസ്ഡ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ റൂൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് യൂസ് ചെയ്താൽ മതി? പീജൻ ഹോൾ പ്രിൻസിപ്പിൾ റൂൾ മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒത്തിരി വലിയ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 100 - 1. ഓക്കെ, ഞാൻ നിങ്ങളോട് ഫ്ലോർ ആൻഡ് സീൽ പറഞ്ഞോന്നറിയില്ല. ഫ്ലോർ ആൻഡ് സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2.36 ഇതിനെ ഫ്ലോർ എന്നാണ് വിളിക്കുന്നത്. ഫ്ലോർ ചെയ്യുക എന്ന് പറയുമ്പം ഇതിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂയിലേക്ക് എഴുതുക. 2.36ൻ്റെ ഏറ്റവും തൊട്ടടുത്ത ലീസ്റ്റ് വാല്യൂ ഏതാണ്? 2 ആണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. ഇനിയിപ്പം 2.36ൻ്റെ ഏറ്റവും നിയർ ആയിട്ട് കിടക്കുന്ന ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 3 ആണ്. സോ സീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂയിലേക്ക് എഴുതുക, ഫ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലീസ്റ്റ് വാല്യൂയിലേക്ക് എഴുതുക. സോ ഇവിടെ അങ്ങനെ ഒരു കേസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. 100 - 1/12. ഓക്കെ, 99 / 12 എന്ന് നമുക്ക് ചെയ്യുന്നു. സംഭവം ഒരു 8 പോയിന്റ് സംതിങ് നമുക്ക് കിട്ടുന്നു. നമ്മളിവിടെ എന്താണ് കിടക്കുന്നത്? നമുക്കിവിടെ കിടക്കുന്നത് ഫ്ലോർ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 8 പോയിന്റ് സംതിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 8 പോയിന്റ് സംതിങ് എന്തോ വരും. 99 / 12 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? അതിനകത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലോർ ആയതുകൊണ്ട് ഏറ്റവും മിനിമം വാല്യൂ എടുക്കണം. ഏതെടുക്കണം? 8 എടുക്കണം. എന്നിട്ട് ഒരാളോട് ഉണ്ട് +1. സോ അതാണ് ഇക്വേഷൻ. 8 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 9. പ്രൂവ് ആയില്ലേ? അന്നേരം ഈ റൂൾ വെച്ചിട്ട് ഒരു 9 പേരെങ്കിലും, റൂൾ എന്താ പറയുക? അറ്റ്ലീസ്റ്റ് 1 ഹോൾ ഹാസ് മോർ ദാൻ. ഒരു ഹോൾ, ഇവിടെ ഹോൾ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 മന്ത് ഹാസ് മോർ ദാൻ. ഈ റിസൾട്ട് അനുസരിച്ചിട്ട് എത്ര ഇട്ടേക്കുന്നത്? 9. ഓക്കെ, മനസ്സിലായല്ലോ? അന്നേരം ഇത്രയും പീജൻസ് എങ്കിലും ഉണ്ടെന്ന് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റി. ദിസ് ഈസ് ജനറലൈസ്ഡ് പീജൻ ഹോൾ പ്രിൻസിപ്പിൾ. സോ നെക്സ്റ്റ് നോക്കാം. If 7 colors are used to paint 50 bicycles, then show that at least 8 bicycles will be of the same color. So, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ടോട്ടൽ എത്ര കളേഴ്സ് ഉണ്ട്? 7 കളേഴ്സ് ഉണ്ട്. 50 ബൈസൈക്കിൾ ഉണ്ട്. 50 ബൈസൈക്കിളിന് ഈ 7 കളേഴ്സ് വെച്ചിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. നാം കാണിക്കേണ്ടത് എന്താണ്? അറ്റ്ലീസ്റ്റ് 8 ബൈസൈക്കിളിനെങ്കിലും ഒരേ കളർ ഉണ്ടാകും അല്ലേ? ആ 7 കളർ ഉപയോഗിച്ചിട്ട് ഞാൻ 50 ബൈസൈക്കിളിനെ ഞാൻ ഇത് ചെയ്യുമ്പം ഞാൻ എന്ത് കാണിക്കണം? ഒരു 8 പേർക്കെങ്കിലും ഒരേ കളർ ഉണ്ടാകും. അന്നേരം ഇവിടെ പീജൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ബൈസൈക്കിൾസ്. സോ ഈ നമ്പർ ഓഫ് ബൈസൈക്കിൾസ് ഞാൻ എന്തിലൊക്കെ വെക്കുന്നത്? ആ കളറിലേക്ക് അല്ലേ വെക്കുന്നത്? 7 എണ്ണം വെച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പം ഇവിടുത്തെ ഹോൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. ഇവിടെ കണ്ടോ, 50 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 7.
So we need to use generalized pigeonhole principle. So by generalized pigeonhole principle, നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? 50 minus 1 by 7. So 49 by 7. Okay, 49 by 7 means 7 into 7 is 49. So 7 ആണ് ആൻസർ. 7. Okay, 7 ആണ് ആൻസർ. 7 പ്ലസ് ഇവിടെ ഫ്ലോറിൻ്റെ കാര്യമൊന്നുമില്ല, 7 പോയിന്റ് ഒന്നും വന്നില്ല. 7 പോയിന്റ് വരുവാണെങ്കിൽ ഒക്കെ ആവശ്യമുള്ളൂ. 7 plus 1 which is equal to 8. So this is known as generalized pigeonhole principle. So ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് pigeonhole principle എന്ന് പറയുന്നത്. ഇനി pigeonhole principle എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ pigeonhole വെച്ചിട്ട് ആ റൂള് നമ്മൾ ജസ്റ്റ് എഴുതി നമ്മളുടെ ലോജിക്ക് വെച്ച് അങ്ങ് എഴുതി പോയാൽ മതി. സോ ദാറ്റ് ഈസ് ഓൺലി എന്താണ് pigeonhole principle.